പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ഇന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ദിവസമാണ്. ആദ്യം നമ്മൾ പോകുന്നത് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ്. ആദായ നികുതി ഘടനയിൽ മാറ്റമില്ലാതെ ബജറ്റ്. കാര്യമായ പ്രഖ്യാപനങ്ങളോ നികുതി നിർദ്ദേശങ്ങളോ ഇല്ലാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യപ്രഖ്യാപനത്തോടെയായിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അവതരണം. 10 വർഷത്തിനിടെ രാജ്യത്ത് പട്ടിണി കുറഞ്ഞെന്നും വികസന പദ്ധതികൾ ഗ്രാമീണ തലത്തിലേക്ക് എത്തിയെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവകാശപ്പെട്ടു. ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസവും മന്ത്രി പ്രകടിപ്പിച്ചു. Honorable Speaker, I present the interim budget for 24-25. ആറാമത്തെ ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കാൻ കേവലം 58 മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന് വേണ്ടി വന്നത്. ഗവൺമെന്റിന്റെ മൂലധന ചെലവ് GDP-യുടെ 3.4%മായ 11.1 ലക്ഷം കോടിയായി ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അടുത്ത വർഷം മൊത്തം 14.1 ലക്ഷം കോടി രൂപയുടെ കടം സർക്കാർ എടുക്കും. ഈ വർഷം ധനക്കമ്മി GDP-യുടെ 5.9 ലക്ഷ്യമിട്ടതെങ്കിൽ 5.8 പിടിച്ചു നിർത്തി. ഇത് അടുത്ത വർഷം 5.1 2025-26 4.5 കുറയും. 2047 വികസിത ഭാരതമാണ് ലക്ഷ്യം. 25 കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി നൽകി. ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ രാജ്യത്തില്ലെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. The worries about food have been eliminated through free ration for 80 crore people. Minimum support prices for the produce of Annadata are periodically increased appropriately. These and the provision of basic necessities have enhanced real income in the rural areas. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ അനുവദിക്കും. വീടുകളിലെ സോളാർ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭ്യമാക്കും. ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് ഇനി എല്ലാ ആശാപ്രവർത്തകർക്കും എല്ലാ അംഗൻവാടി ജീവനക്കാർക്കും അർഹത. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിക്ക് കീഴിൽ 3 പ്രധാന സാമ്പത്തിക ഇടനാഴികൾ സ്ഥാപിക്കും. MSMEകളുടെ വളർച്ചയ്ക്കും ആഗോളതലത്തിൽ വിപണി പിടിക്കാനും പുതിയ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകൾ. ക്ഷീരകർഷകർക്ക് ക്ഷേമ പദ്ധതി, മത്സ്യസമ്പത്ത് പദ്ധതി വിപുലമാക്കും. ഇങ്ങനെ നീളുന്നു ഇടക്കാല ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ഈ സർക്കാരിനുള്ളത് ചുരുങ്ങിയ സമയമാണ്. ഈ സമയത്തിനുള്ളിൽ ആ കാര്യം എത്ര ഫലപ്രദമായി നിർവഹിക്കുന്നു എന്നതാകും ഈ ബഡ്ജറ്റിന്റെ രാഷ്ട്രീയ വിജയം. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. ഇപ്പോൾ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. വിചാരണ കോടതി പ്രതിയെ വെറുതെ വിടുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇന്ന് ഈ വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാത്തതിന് വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കർക്കശമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ നടപടി? അനുജ, ഉറപ്പായിട്ടും. കാരണം നിയമസഭയിലടക്കം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് കേൾക്കേണ്ടി വന്ന പഴി ചെറുതല്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ അടിയന്തര ഒരു നടപടിയിലേക്ക് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കടന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് രാവിലെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി സണ്ണി ജോസഫാണ് ഈ വിഷയം കൊണ്ടുവന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം അക്കാര്യത്തിൽ ആവർത്തിച്ച് സർക്കാരിനെ വിമർശിച്ചത് വണ്ടിപ്പെരിയാർ കേസിൽ സർക്കാർ 1-ാം പ്രതിയാണ്. കാരണം വീഴ്ച പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ തുടർന്നുകൊണ്ട് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുന്നു എന്നുള്ള ഗുരുതര വിമർശനം ഉയർത്തിയിരുന്നു. മാത്രമല്ല, പാർട്ടിക്കാരനായിട്ടുള്ള കുറ്റവിമുക്തനാക്കപ്പെട്ട പ്രതിയെ രക്ഷപ്പെടുത്താനായി പോലീസ് നടത്തിയ ഓരോ വീഴ്ചകളും കോടതി എണ്ണിപ്പറഞ്ഞിട്ടും ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാണ് പ്രതിപക്ഷം നടത്തിയത്. അപ്പോഴും മുഖ്യമന്ത്രി മറുപടിയായി നൽകിയത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കും, അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. മാത്രവുമല്ല, വകുപ്പ് തല പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഏതാണ്ട് ഒരു ദിവസം പോലും മുൻപ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വാഴക്കുളം പോലീസ് സ്റ്റേഷനിലെ SHO ആയ TD സുനിൽകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഉത്തരവ് ആഭ്യന്തര വകുപ്പ് ഇറക്കിയിട്ടുള്ളത്. അതിൽ ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പ്രതികൂല പരാമർശം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കട്ടപ്പന പോക്സോ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പ്രതികൂല പരാമർശം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വാഴക്കുളം SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇയാളെ കുറിച്ചിട്ട് ഒരു വാജ്യാന്വേഷണം, ഒരു വകുപ്പ് തല അന്വേഷണം, വാജ്യാന്വേഷണം നടത്താൻ എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട്
തന്നെ ചുമതലപ്പെടുത്തുന്നുവെന്നും ഈ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. അങ്ങനെ നിയമസഭയിൽ ഉണ്ടായ രാഷ്ട്രീയ ആക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ തലവേദന ആകുമെന്ന് സർക്കാരിന് ഉറപ്പുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരുന്നു, സർക്കാരിനെ വിമർശിക്കുന്നു. വൈകുന്നേരത്തോടുകൂടി SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുന്നത്. ഇക്കാര്യത്തിൽ TD സുനിൽകുമാറിനെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ അത് കട്ടപ്പന പോക്സോ കോടതി ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകളടക്കം ശേഖരിക്കുന്നതിലുണ്ടായ വീഴ്ച, തൊണ്ടി മുതൽ ശേഖരിക്കുന്നതിലെ വീഴ്ച മാത്രവുമല്ല പ്രതി തന്നെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട, അതായത് കുട്ടിയെ കാണാതായി മറ്റു കാര്യങ്ങൾ, കുട്ടിയുമായി ബന്ധപ്പെട്ട മൃതദേഹം ഏറ്റെടുക്കലടക്കമുള്ള കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഈ പ്രതി ആദ്യഘട്ടത്തിൽ വിശദമായി ചോദ്യം ചെയ്തില്ല. അതടക്കമുള്ള കാര്യങ്ങൾ അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിന്റെ, അതായത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷന്റെ പോലും സാധാരണ മര്യാദകളെക്കുറിച്ച് അറിയില്ലേ എന്നുള്ള ചോദ്യം വരെ കോടതി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ആഭ്യന്തര വകുപ്പിനും പോലീസിനും സർക്കാരിനും വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ പോലീസ് വീഴ്ച, അതല്ലെങ്കിൽ കട്ടപ്പന കോടതി ചൂണ്ടിക്കാണിച്ച പോലീസ് വീഴ്ച. ഈ പ്രതിയെ കുറ്റവിമുക്തനാക്കിയെങ്കിലും അപ്പീൽ പോയി, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ വളരെ ഗൗരവത്തോടെ വിഷയമെടുത്ത് അപ്പീൽ പോയി എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചതാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചത് അപ്പീൽ പോകുന്നത് മാത്രമാണോ കാര്യം? ആ പോലീസ് വീഴ്ച കോടതി തന്നെ പറഞ്ഞു. ആ സാഹചര്യത്തിൽ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി പരസ്യമായി വിമർശിച്ചിട്ടും ഏതെങ്കിലും തരത്തിൽ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് മടി, മുഖ്യമന്ത്രിക്ക് മടി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചിരുന്നു. അതടക്കം സ്വാഭാവികമായും ആക്ഷേപമായി സർക്കാരിന്. അതിൻ്റെ കൂടെ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ TD സുനിൽകുമാർ, വാഴക്കുളം SHO TD സുനിൽകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ വകുപ്പ് തല അന്വേഷണം നടത്താനും നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അനുജ, വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വാഴക്കുളം SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. വിചാരണ കോടതി പ്രതിയെ വെറുതെ വിടുകയും അന്വേഷണ ഉദ്യോഗസ്ഥനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കുമ്പോൾ കടുത്ത നടപടിയുണ്ടാകുമെന്ന മറുപടി മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിനും ഒപ്പം സസ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യുന്നു. വകുപ്പ് തല അന്വേഷണം നടത്തുന്ന എറണാകുളം റൂറൽ ASP ആകും. ഷഫീദ് റാവുത്തറാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചത്. ബജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ തിരികെ പോകുന്നു. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി ഘടനയിൽ മാറ്റമില്ല. അതേസമയം കോർപ്പറേറ്റ് നികുതി 22% കുറച്ചു. പ്രത്യക്ഷ പരോക്ഷ നികുതികളിലും ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ല. വിലവർധനയ്ക്കോ വിലക്കുറവിനോ ഇട നൽകാത്തതാണ് ബജറ്റ്. ധനക്കമ്മി നിയന്ത്രിക്കാനായെന്ന പ്രഖ്യാപനം നിർമ്മലാ സീതാരാമൻ നടത്തിയത് രൂപയെ ശക്തനാക്കി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 82 രൂപ 96 പൈസയായി ഉയർന്നു. ഒരു രാജ്യം ഒരു മാർക്കറ്റ് ഒറ്റ നികുതി എന്ന ആപ്തവാക്യം GSTയിലൂടെ നടപ്പാക്കാനായെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. സാമ്പത്തിക രംഗത്തെ പരിഷ്കരണങ്ങൾ രാജ്യത്ത് നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. ആദായ നികുതി പരിധിയിൽ മധ്യവർഗ സമൂഹാനുകൂല തിരുത്തലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇടക്കാല ബഡ്ജറ്റ് അസ്ഥാനത്താക്കി. നിലവിലുള്ള നിരക്കുകൾ തുടരും. പ്രത്യക്ഷ പരോക്ഷ നികുതികളിലും ഇറക്കുമതി തീരുവകളിലും മാറ്റമില്ല. എന്നാൽ കോർപ്പറേറ്റ് നികുതി 22% കുറച്ചു. Over the last 10 years, the direct tax collections have more than trebled and the return filers swelled 2.4 times. I would like to assure the taxpayers that their contributions have been used wisely for the development of the country. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന കൂടുതൽ ശക്തമാക്കുമെന്ന സർക്കാർ നയം ബഡ്ജറ്റ് പ്രതിഫലിപ്പിച്ചു. 2024 സാമ്പത്തിക വർഷത്തിലെ ലക്ഷ്യം 30,000 കോടി രൂപയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 50,000 കോടി രൂപ പൊതുമേഖലാ ഓഹരി വിൽപ്പനയിലൂടെ സമാഹരിക്കും. പ്രഖ്യാപനങ്ങളിൽ ജനപ്രിയമാകുമ്പോഴും സാമ്പത്തിക മേഖലയിലെ നയസമീപനങ്ങളിൽ ഒരു മാറ്റവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ്. തുടർച്ചയായ 6ാം തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന ഖ്യാതിയും മൊറാർജി ദേശായിക്കൊപ്പം ഇതോടുകൂടി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കിട്ടു. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിടുന്ന BJPയുടെ നയം കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിലും പ്രതിഫലിച്ചു. പുതിയ പദ്ധതികളില്ലെങ്കിലും സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ എണ്ണി പറയാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറന്നില്ല. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാ വർക്കർമാരെയും അങ്കണവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാവപ്പെട്ടവർ, സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവർക്ക് പരിഗണന നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. സ്ത്രീക്ഷേമത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ധനമന്ത്രി ഓർമ്മിപ്പിച്ചു. 10 വർഷത്തിനിടെ 30 കോടി സ്ത്രീകൾക്ക് മുദ്രാ യോജന വായ്പകൾ അനുവദിച്ചു. നിയമനിർമ്മാണ സഭകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും വനിതകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിയെന്ന് നിർമ്മലാ സീതാരാമൻ. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാ വർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്ന പ്രഖ്യാപനം.
മാതൃശിശു ആരോഗ്യ പരിപാലനത്തിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സമന്വയത്തിനായി സമഗ്ര പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുമെന്നും 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കായി ഗർഭാശയ ക്യാൻസർ വാക്സിനുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി. Cervical cancer vaccination. Our government will encourage vaccination for girls in the age group of 9 to 14 years for prevention of cervical cancer. കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടത്തിയെന്ന് അവകാശപ്പെട്ട നിർമ്മല സീതാരാമൻ ക്ഷീരകർഷകരെ സഹായിക്കുന്നതിന് സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. A comprehensive program for supporting dairy farmers will be formulated. Efforts are already on to control foot and mouth disease. India is the world's largest milk producer, but with low productivity of milch animals. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയ്ക്ക് കീഴിൽ എല്ലാ വർഷവും നാമമാത്ര കർഷകരും ചെറുകിട കർഷകരും ഉൾപ്പെടെ 11.8 കോടി കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന പ്രകാരം 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകുന്നുവെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സ്ത്രീകളും കർഷകരും ചേർന്നാൽ രാജ്യത്തെ വോട്ടർമാരുടെ 50% മുകളിൽ വരും. ഇത് മനസ്സിൽ കണ്ടു തന്നെ ഇരുവിഭാഗത്തിന്റെയും വോട്ടുറപ്പാക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കേരളത്തിന് കാര്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ കേന്ദ്രത്തിന്റെ ഇടക്കാല ബജറ്റ്. പലിശരഹിത വായ്പ തുടരുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം കേരളത്തിന് നേരിയ ആശ്വാസം പകരും. സിൽവർ ലൈൻ പദ്ധതിക്ക് നിലവിൽ കേരളം താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 2744 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. എയിംസ് ഇത്തവണയും ബജറ്റിൽ ഇടം പിടിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഇടക്കാല ബജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ കാണാൻ ഇടയില്ലെന്ന് പാർലമെന്റ് അംഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നിരന്തരമായി ഉന്നയിച്ച പല ആവശ്യങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചേക്കുമെന്നും കേരളം പ്രതീക്ഷിച്ചു. റെയിൽവേ മേഖലയിൽ കേരളത്തിന് ആശ്വസിക്കാം. UPA ഭരണകാലത്തേക്കാൾ 7 ഇരട്ടി തുക കേന്ദ്രം കേരളത്തിനായി അനുവദിച്ചു നൽകിയെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചോ എന്ന ചോദ്യത്തിന് കേരളമാണിതിന് മറുപടി നൽകേണ്ടതെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. I don't think state government is pursuing anymore. I didn't see. You have to ask the state government. കേരളത്തിലെ കാർഷിക തൊഴിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇടക്കാല ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. കാലങ്ങളായി നീണ്ടുപോകുന്ന ശബരി റെയിൽ പദ്ധതിയിലും ബജറ്റ് ഇടപെടലില്ല. ഇടക്കാല ബജറ്റ് ആയതുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതെന്നാണ് ഭരണപക്ഷത്തിന്റെ വിശദീകരണം. അടുത്ത സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ജൂലൈയിലെ സമ്പൂർണ്ണ ബജറ്റിലാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ. ഇടക്കാല ബജറ്റ് ആയിരുന്നിട്ടുകൂടി കേരളം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. എന്നാൽ കേരളത്തിനായി പേരെടുത്തു പറഞ്ഞൊരു പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. ആർ അച്യുതൻ, 24, ഡൽഹി. കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് കാര്യമായ ഒന്നുമില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. എന്നാൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് ദിശാബോധം നൽകുന്നതാണ് ബജറ്റെന്നായിരുന്നു കേന്ദ്രമന്ത്രി P. മുരളീധരന്റെ പ്രതികരണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ലെന്നാണ് LDFന്റെയും UDFന്റെയും ഏകാഭിപ്രായം. കേരളം പ്രതീക്ഷിച്ചത് ലഭിച്ചില്ലെന്നും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതത്തിൽ വർധനവൊന്നുമുണ്ടായിട്ടില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. ബഡ്ജറ്റിനകത്ത് പ്രധാനപ്പെട്ട പോളിസി കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. ആ പോളിസി പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ല, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അതിനപ്പുറം ഒരു പഴയ കാര്യം കോപ്പി പേസ്റ്റ് എന്ന നിലയിൽ മാത്രം പറയുന്ന ഒരു തരത്തിലേക്കാണ് കാര്യം വന്നത്. കേരളത്തെ സംബന്ധിച്ച് ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ് നടന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വരുന്ന ജൂലൈയിൽ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം സാമാന്യ മര്യാദയുടെ ലംഘനമെന്നായിരുന്നു NK പ്രേമചന്ദ്രൻ MPയുടെ വിമർശനം. ഇതിൻ്റെ വിശദമായിട്ടുള്ള ബഡ്ജറ്റ്, എല്ലാ ഉള്ളടക്കത്തോടും കൂടിയിട്ടുള്ള വിശദമായ ബഡ്ജറ്റ് 2025 ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കും എന്ന് നിലവിലുള്ള ധനമന്ത്രി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അവസരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണലായി ഭരണഘടനാപരമായി ലഭിച്ച ഒരു അവസരത്തെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. അതൊരു സാമാന്യ മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കടക്കണിയിൽ മുങ്ങിയ കേരളത്തിന് ആശ്വാസകരമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ബജറ്റാണിത്. കാരണം കേരളം കടക്കണിയിൽ മുങ്ങി നിൽക്കുന്നു.
കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ്. ബജറ്റ് നിരാശാജനകമെന്ന് ആന്റോ ആന്റണിയും രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ നടത്തിയതിന്റെ തനിപ്പകർപ്പാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്നാണ് ഇടക്കാല ബജറ്റിനെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ പൊതുവെയുള്ള പ്രതികരണം. ഭരണപക്ഷമാകട്ടെ ബജറ്റിനെ മികച്ചതായി വാഴ്ത്തുന്നു. ആർ അച്യുതൻ, 24, ഡൽഹി. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിനെതിരെ CPIM. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരായ SFIO അന്വേഷണത്തിൽ പ്രതിരോധം തീർത്ത് CPIM. അന്വേഷണം കോടതി വിധിക്ക് എതിരാണെന്ന വാദവുമായി കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. തമാശ അവസാനിപ്പിച്ച് അന്വേഷണവുമായി സഹകരിക്കണമെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി V മുരളീധരന്റെ പ്രതികരണം. എക്സാലോജിക്കിനെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉയർന്ന അന്വേഷണത്തിന് കളമൊരുങ്ങുന്നത് പുതിയ രാഷ്ട്രീയ പോർമുഖം കൂടിയാണ് തുറക്കുക. എക്സാലോജിക്കിനെതിരായ അന്വേഷണം SFIO ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണത്തെ രാഷ്ട്രീയ ആയുധമെന്ന് മാത്രം പറഞ്ഞ് എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ CPIMന് കഴിയില്ല. കമ്പനിക്കെതിരായ ROC റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ് കേസ് SFIO ഏറ്റെടുത്തതിലെ പ്രധാന കാരണം. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ കോടതിയുടെ അനുമതിയില്ലാതെ എങ്ങനെയാണ് അന്വേഷണം നടത്തുക എന്ന ചോദ്യവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തി. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ മുൻകൂട്ടി കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു 6 അംഗ ടീമിനെ വെച്ച് അത് 8 മാസം കാലാവധി കൊടുക്കുക? എന്നാൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിഷയത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. SFIO അന്വേഷണം കേന്ദ്രവേട്ട എന്നത് കണ്ണൂരിലെ സഖാക്കൾ പോലും വിശ്വസിക്കില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ CPMകാർ പോലും ഇനി വിശ്വസിക്കില്ല. അതുകൊണ്ട് ഇത്തരം കോമഡികൾ ഇനി അവസാനിപ്പിച്ചുകൊണ്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആവശ്യമായിരുന്നു SFIOയുടെ അന്വേഷണം. ഷോൺ ജോർജിന്റെ പിതാവ് PC ജോർജ് BJPയിലെത്തിയ അതേ ദിവസമാണ് SFIO അന്വേഷണം ഏറ്റെടുത്തത് എന്നതും ശ്രദ്ധേയം. രേഖകൾ സംസാരിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നുമായിരുന്നു ഷോൺ ജോർജിന്റെ ആദ്യ പ്രതികരണം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ 6 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ISTIC, KSIDC എന്നിവയും അന്വേഷണ പരിധിയിൽ വരും. 24, തിരുവനന്തപുരം. ഗ്യാൻവാപി പള്ളിയിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി നൽകിയ വാരാണസി ജില്ലാ കോടതി ഉത്തരവിനെതിരെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ച് മുസ്ലിം വിഭാഗം. അടിയന്തര വാദം കേൾക്കണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അഞ്ജുമാൻ ഇന്തസാമിയ മസ്ജിദ് കമ്മിറ്റിയാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. ജില്ലാ കോടതി ഉത്തരവിനെ തുടർന്ന് പള്ളിയിൽ ഹിന്ദു വിഭാഗം ആരാധന നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം വിഭാഗത്തിന്റെ നടപടി. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ആലത്തൂരിൽ അഭിഭാഷകനെ SI അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. സർക്കുലറുകൾ ഓർമ്മിപ്പിച്ച് DGPക്കും മുന്നറിയിപ്പ്. രാജ്യത്ത് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചു. 19 കിലോയുടെ സിലിണ്ടറിന് 15 രൂപ വർദ്ധിപ്പിച്ചു. 1781 രൂപ 50 പൈസയാണ് പുതുക്കിയ വില. അതേസമയം ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. തൃശൂർ പഴഞ്ഞിയിൽ നിയന്ത്രണം വിട്ട് ബൈക്കിടിച്ച് മധ്യവയസ്ക മരിച്ചു. മലപ്പുറം വാക്കാട് മരം വീണ് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. താമരശ്ശേരി ചുരത്തിൽ ടൂറിസ്റ്റ് ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ നഗരത്തിലെ കെട്ടിടത്തിന് തീ പിടിച്ച് വൻ നാശനഷ്ടം. സെന്റ് തോമസ് കോളേജിന് സമീപം ക്രൈസ്തവ സഭാ പത്രത്തിന്റെ ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമെന്നാണ് പ്രാഥമിക നിഗമനം. വയനാട് വൈത്തിരിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കീഴുദ്യോഗസ്ഥനെ മർദ്ദിച്ച പോലീസ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി. വൈത്തിരി SHO ബോബി വർഗീസിനെയാണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.